പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഇന്ന് ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരായിട്ട് വളരെ വിരളം ആളുകളെ ഉള്ളൂ. ഗൂഗിൾ പേ മിക്കവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ പേയുടെ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകൾ ഇംഗ്ലീഷിലായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ആ ഭാഷ മാറ്റാൻ സാധിക്കും. അത് ആ വരുന്ന ഓപ്ഷനുകളൊക്കെ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കും. മലയാളം മാത്രമല്ല, മറ്റു ഭാഷകളിലേക്കും മാറ്റാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതിനെക്കുറിച്ച് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചും എല്ലാ ട്രാൻസാക്ഷനുകളെക്കുറിച്ചുമുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണുകളിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ ഗൂഗിൾ പേയുടെ ഭാഷ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എൻ്റെ ഫോണിൽ ഗൂഗിൾ പേയുടെ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ പേക്ക് ഞാൻ ഹോം സ്ക്രീനിനായിട്ട് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ 4 അക്ക പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഹോം സ്ക്രീന് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലെ ഓരോ ഓപ്ഷനുകളും ഇംഗ്ലീഷിലായിരിക്കും ഇതേപോലെ കാണപ്പെടുന്നത്, അല്ലേ? ഞാനിപ്പോൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഇവിടെ താഴെ പോകുന്തോറും എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ ഇംഗ്ലീഷിൽ കാണുന്ന കാര്യങ്ങളൊക്കെ മലയാളത്തിലോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലേക്കോ മാറ്റുന്നതിനായിട്ട് ഈ ഹോം സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ പ്രൊഫൈൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിലാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ കുറേ ഭാഷകളുടെ ഓപ്ഷനുകളുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, ബംഗാളി, ഗുജറാത്ത്, കന്നഡ, മലയാളം, മറാത്തി, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഭാഷ വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഭാഷയാക്കി നമ്മുടെ ഗൂഗിൾ പേയെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ നടുഭാഗത്തായിട്ട് തന്നെ മലയാളം ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏറ്റവും താഴെ നേരത്തെ ഡൺ എന്നാണ് കാണിച്ചിരുന്നത് കേട്ടോ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിരുന്നപ്പോൾ. പക്ഷേ ഇപ്പോൾ അവിടെ ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഭാഷ മാറിയത് ഇവിടെ തന്നെ നമുക്ക് കാണാം. അപ്പം ഞാൻ ആ ചെയ്തു എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ അത് സെലക്ട് ചെയ്തത് തന്നെ ഇതിന് മുമ്പത്തെ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാം തന്നെ മലയാളത്തിലാണ് കാണുന്നത്. ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ്, അതിൻ്റെ താഴെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലാണ് ഇപ്പോൾ നേരത്തെ ഇംഗ്ലീഷിൽ കണ്ട കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇനി ഞാൻ ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, QR കോഡിൻ്റെ ആ ഒരു ഓപ്ഷൻ്റെ താഴെ QR കോഡ് സ്കാൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കോണ്ടാക്റ്റ് എന്ന് കാണിച്ചിരിക്കുന്നു, ഫോൺ നമ്പർ എന്നൊക്കെ കാണിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം തന്നെ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ എപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോഴും അതിലെ ഓപ്ഷനുകളൊക്കെ ഇതുപോലെ മലയാളത്തിലാണ് കാണപ്പെടുക. ഇനി നമുക്ക് മലയാളം വേണ്ട, നേരത്തെ പോലെ ഇംഗ്ലീഷോ മറ്റേതെങ്കിലും ഭാഷയോ മതിയെങ്കിൽ വീണ്ടും ആ പ്രൊഫൈലിൽ പ്രസ് ചെയ്യുക. വന്നിരിക്കുന്ന സ്ക്രീനിനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ ഇവിടെ ഭാഷ എന്നാണ്, നേരത്തെ ലാംഗ്വേജ് എന്നായിരുന്നല്ലോ, അപ്പോൾ ആ ഭാഷ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിൽ തന്നെ ഇംഗ്ലീഷാണ് കാണുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ താഴെ കണ്ടില്ലേ, ചെയ്തു എന്നുള്ളത് മാറി ഡൺ എന്നായിട്ടുണ്ട്. അപ്പോൾ ആ ഡണ്ണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്ഷനുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഹോം സ്ക്രീനിൽ തന്നെ പഴയ പോലെ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഷകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കാവുന്നതാണ്. ഈ കാര്യം കുറേ പേർക്ക് അറിയാമായിരിക്കാം. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഗൂഗിൾ പേയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ച വീഡിയോകൾ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവയുടെ പ്ലേലിസ്റ്റ് ഇപ്പോൾ സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.